അഭി അമ്മയോട് പറഞ്ഞതെല്ലാം വിവരമില്ലായ്മയാണ്. ഒരാലോചനയില്ലാതെ പറഞ്ഞത് ശുദ്ധ മണ്ടത്തരങ്ങളാണ്. അതൊന്നും ഒരിക്കലും അംഗീകരിച്ചു തരാൻ പറ്റില്ല. അമ്മ ഇത് കേട്ടല്ലോ. എന്റെ ആവശ്യങ്ങൾ ആദർശന് അംഗീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇനി നമ്മുടെ കമ്പനിയിൽ ഞാനോ വിഘ്നേഷ് ഏട്ടനോ വർക്ക് ചെയ്യുന്നില്ല. നിങ്ങളെ ആരും വർക്ക് ചെയ്യാൻ നിർബന്ധിക്കില്ല. വെറുതെ വീട്ടിലിരുന്നാലും നിങ്ങളുടെ ഷെയർ കൃത്യമായിട്ട് അക്കൗണ്ടിലെത്തും. പിന്നെ എന്തിനാ ബുദ്ധിമുട്ടുന്നത്? ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അങ്ങ് സഹിച്ചോളാം. അതോർത്ത് ആരും വിഷമിക്കണ്ട. പിന്നെ ഞങ്ങൾ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് എല്ലാ ആദർശനെ ഏൽപ്പിച്ച് പിൻവാങ്ങാനല്ല. എന്റെ ആവശ്യം അംഗീകരിക്കാൻ ആദർശന് സാധിച്ചില്ലെങ്കിൽ അമ്മ കമ്പനി ഏറ്റെടുത്ത് കാര്യങ്ങൾ ചെയ്യണം. എന്നിട്ട് എനിക്കുള്ളത് എനിക്കും ആദർശനുള്ളത് ആദർശന് നൽകണം. എന്നുവെച്ചാ കമ്പനി പാർട്ടീഷൻ ചെയ്യണോന്ന്. അഭി, നീ എന്തായി പറയുന്നേ? അതൊന്നും നടക്കുന്ന കാര്യമല്ല. എന്താ നടക്കാത്തത്? കമ്പനിയുടെ പേരിൽ ഞാനും ആദർശം തമ്മി തല്ലുന്നതിൽ നല്ലതല്ലേ അന്തസ്സായി പാർട്ടീഷൻ നടത്തുന്നത്. കേട്ടല്ലോ, അമ്മയ്ക്ക് ഇപ്പൊ സമാധാനമായല്ലോ. ഇതാണ് അഭിയുടെ മനസ്സിലിരിപ്പ്. അവള് പറയുന്നതിനെല്ലാം താളത്തിന് തുള്ളി, എല്ലാത്തിനും വളം വെച്ച് കൊടുത്തതിന് കിട്ടിയല്ലോ. കുടുംബം പിരിക്കാനുള്ള വഴിയല്ലേ മകള് പറഞ്ഞു തരുന്നത്. അഭി, നീ എന്താ പറയുന്നത് നിനക്കറിയാമോ? അറിയാമേ, നന്നായി ആലോചിച്ചിട്ട് തന്നെയാ ഞാൻ ഇതൊക്കെ പറയുന്നത്. പക്ഷെ ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ നടക്കുമെന്ന് നീ കരുതണ്ട. ഭഗവാനെ, എന്റെ മക്കൾക്ക് ഇത് എന്താ പറ്റിയത്? അമ്മ, ഞാൻ പറയുന്നത് വേണ്ട, നീ ഒന്നും പറയണ്ട. നീ പറയുന്നതൊക്കെ ഞാൻ കേട്ടു. എനിക്ക് മതിയായി. ഇനി എനിക്കൊന്നും കേക്കണ്ട. അമ്മയെ വിഷമിപ്പിച്ചപ്പോ നിനക്ക് സമാധാനമായല്ലോ. നിനക്ക് നിന്റെ വാശിയല്ലേ വലുത്. നിന്റെ ഭാര്യയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിനക്ക് അമ്മയും പെങ്ങളെയും തള്ളി പറയാൻ ഒരു മടിയില്ലല്ലോ. അഭിതേ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത്. ഞാൻ പറയുന്ന സത്യങ്ങൾ കേൾക്കുമ്പോ നിനക്ക് ഇത്ര പൊള്ളുന്നത് എന്താ? ഈ പൊള്ളല് ഞാനും അമ്മയും വേദനിക്കുമ്പോ ഇല്ലല്ലോ. വേണ്ട ബി, നീ പറയുന്നത് എന്താണെന്ന് നീ മനസ്സിലാക്കുന്നില്ല. എനിക്കെല്ലാം അറിയാം. നീ ഈ ചെയ്യുന്നതെല്ലാം മീര നടത്തുന്ന തലയണ മന്ത്രത്തിന്റെയാ. വിവാഹം കഴിഞ്ഞ ശേഷം നിനക്ക് മീരയെ മാത്രം മതി. ഞാനും അമ്മയൊക്കെ നിനക്ക് അന്യരായി കൊണ്ടിരിക്കുക. അഭി വേണ്ട, ആവശ്യമില്ലാത്ത രീതിയിൽ സംസാരിക്കണ്ട. ആവശ്യമുള്ള രീതി തന്നെയാ ഞാൻ സംസാരിക്കുന്നത്. മീര എന്താണെന്നും അവൾ എങ്ങനെയൊക്കെയാണ് നിന്നെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതെന്നും എനിക്കറിയാം. അത് നീ എന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ വരണ്ട. ആദ്യം മീര അമ്മയെ വശത്താക്കി, അതിനുശേഷം വിവാഹം പോലും വേണ്ടെന്ന് തീരുമാനിച്ച് നിന്നെ വശത്താക്കി. ഇതൊക്കെ എങ്ങനെയാണ് ഒരു പെണ്ണിന് സാധിക്കാന്ന് ചോദിച്ചാ ഞാൻ എന്താ പറയേണ്ടത്? എല്ലാം നിന്റെ ഭാര്യയുടെ കഴിവാണെന്ന് പറയണോ? ഇവൾക്ക് അങ്ങനെ എന്തൊക്കെ കഴിവുണ്ടെന്ന് ആർക്കറിയാം? ആദർശേ, നിന്റെ ചേച്ചിയാ ഞാൻ. നീ എന്നെ അടിക്കാൻ കൈ ഓങ്ങിയല്ലേ? കാണിച്ചു തരാം ഞാൻ. അമ്മ എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ആദർശിന്റെ തല്ലു ഒളിക്കാനാണോ? എന്താ ബി, എന്തൊക്കെയാ നീ വിളിച്ചു പറയുന്നത്? ഞാൻ പറയുന്നത് സത്യമാണ്. അമ്മ അവിടുന്ന് പോയതിനു ശേഷം ആദർശം അവന്റെ ഭാര്യയും കൂടി എന്നെ തല്ലാൻ നോക്കി. തല്ലാൻ നോക്കിയൊന്നു? അതെ, അവൻ എന്റെ നേരെ കൈ ഓങ്ങി. എന്ത് ഭാഗ്യം കൊണ്ട് എനിക്ക് തല്ലു കിട്ടിയില്ല. എന്തൊക്കെയാ ഭഗവാൻ ഇവിടെ നടക്കുന്നത്? അതാ ഞാനും ചോദിക്കുന്നത്. ഞാൻ അവന്റെ ചേച്ചിയല്ലേ? ആ സ്ഥാനത്തെങ്കിലും ആദർശിനെ ബഹുമാനിക്കായിരുന്നില്ലേ? നീ എന്തെങ്കിലും മോശമായി പറഞ്ഞതുകൊണ്ടാവും ആദർശ് അങ്ങനെ ചെയ്തത്. അല്ലാതെ ആദർശിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ടോ, ഇപ്പോഴും അമ്മ അവനെയാ സപ്പോർട്ട് ചെയ്യുന്നത്. എന്നോട് ആരെന്ത് ചെയ്താലും ചോദിക്കാനും പറയാൻ ആരും ഉണ്ടാവില്ലെന്ന് അവർക്കറിയാം. അതല്ലേ എനിക്കിതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. നീ ഒന്ന് സമാധാനിക്കവി. ഞാൻ ആദർശനോട് സംസാരിക്കാം. ഇനി എന്താ സംസാരിക്കാനുള്ളത്? സംസാരിച്ചിടത്തോളൊക്കെ മതി. ഇനി എനിക്ക് വേണ്ടത് ഒരു തീരുമാനമാണ്. ആരുടെ ആട്ടും തുപ്പും കേട്ട് തല്ലുകൊണ്ട് ഇവിടെ കഴിയേണ്ട ഗതികേടൊന്നും എനിക്കില്ല. നിന്നെ ആരും അങ്ങനെയൊന്നും ചെയ്യില്ല ബി. എന്നിട്ടിപ്പോ ചെയ്തതോ? എന്തായാലും മീര വിചാരിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ. മീര ആദർശിനെ കൊണ്ട് പറഞ്ഞു ചെയ്യിച്ചു എന്നാണോ നീ പറയുന്നത്? അങ്ങനെ ഭാര്യയുടെ വാക്ക് കേട്ട് പെങ്ങളെ തല്ലുന്ന ആളാണോ നമ്മുടെ ആദർശ്? അല്ലെന്നാ ഞാനും ഇതുവരെ കരുതിയിരുന്നത്. പക്ഷെ അങ്ങനെയല്ല. അവൻ മീരയ്ക്ക് വേണ്ടി എന്നെ മാത്രമല്ല അമ്മയെ വേണമെങ്കിലും തല്ലും. അഭി, എന്താ? ഞാൻ പറഞ്ഞത് സത്യമാണ്. അല്ലെങ്കിൽ വേണ്ട, വൈകാതെ അമ്മയ്ക്ക് അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കാം.
എന്റെ ഈശ്വര, എത്ര സമാധാനത്തോടെ കഴിഞ്ഞിരുന്ന വീടായിരുന്നത്. ഇപ്പൊ എന്റെ മക്കൾ തമ്മിൽ തല്ലിപ്പിരിയേണ്ട അവസ്ഥ വന്നല്ലോ. എല്ലാത്തിനും കാരണം അവളാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നന്മയുടെ നിറകൂടമാണെന്ന് പറഞ്ഞ് അമ്മയല്ലേ ആ പിശാചിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ആദർശിന്റെ ചെവിയിൽ ഓരോന്ന് ഓതിക്കൊടുത്ത് എനിക്കെതിരാക്കിയിട്ട് ഇന്ന് അവള് നാടകം കളിച്ച് പറയുക എന്നെ തല്ലരുതെന്ന്. ഉടനെ എന്റെ ആങ്ങളെ കൈ താഴ്ത്തി. അവള് പറഞ്ഞ കൈ താഴ്ത്തുന്നവൻ അവള് പറഞ്ഞ കൈ ഉയർത്തുകയും ചെയ്യില്ലേ? ഈ വീടിന്റെ നന്മയെ കരുതി ഞാൻ പറയുക, സ്വത്ത് ഉടനെ വീതം വെക്കണം. എനിക്ക് അവകാശപ്പെട്ടത് എന്തായാലും അതെനിക്ക് തന്നേക്ക്. അല്ലെങ്കിൽ മക്കള് തമ്മിൽ തല്ലിച്ചാകുന്നത് അമ്മ കാണും. എടുത്തു ചാടി എടുക്കേണ്ട തീരുമാനമല്ല. സ്വന്തം മക്കളെ ചേർത്ത് നിർത്താനും കുടുംബം പിരിയാതെ നോക്കേണ്ടത് ഒരു അമ്മയെന്ന നിലയ്ക്ക് എന്റെ കടമയാ. അമ്മ കടമയെ ആലോചിച്ചിരുന്നോ? അവസാനം എന്റെ അന്ത്യകർമ്മങ്ങൾ അമ്മ ചെയ്യേണ്ടി വരും. അബി, അങ്ങനെയൊന്നും പറയരുത്. വിഷമം കൊണ്ട് പറഞ്ഞു പോകുന്നതാ അമ്മേ. അമ്മ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇന്ന് ആദർശ് ഇത് ചെയ്യുമ്പോ വിഘ്നേഷേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലോ? എന്നെ തല്ലുന്നത് വിഘ്നേഷേട്ടൻ കണ്ടു നിൽക്കുവോ? അത് പിന്നെ വലിയ പ്രശ്നമാവില്ലായിരുന്നോ? നിന്റെ ഒരാളുടെ ഭാഗം മാത്രം കേട്ടിട്ട് ഞാൻ എങ്ങനെ ഒരു തീരുമാനം എടുക്കും? ഞാൻ ആദർശമായിട്ട് സംസാരിക്കട്ടെ. എന്തിന്? അമ്മയ്ക്കെന്താ ഞാൻ പറയുന്നത് വിശ്വാസമില്ലേ? ഞാൻ നുണ പറയുന്നു എന്നാണോ? അങ്ങനെയല്ല മോളെ, എനിക്ക് നീയും ആദർശം ഒരുപോലെയാ. ഒരാളുടെ വാക്ക് കേട്ട് മറ്റൊരാളെ തള്ളിക്കളയാൻ ഒരമ്മയ്ക്ക് സാധിക്കില്ല. അതെന്താ മോളെ നീ മനസ്സിലാക്കാത്തത്? എനിക്കൊന്നും കേക്കണ്ട. സ്വത്ത് ഭാഗം വെക്കുക എന്ന ഒരു തീരുമാനം അല്ലാതെ ഈ കാര്യത്തിൽ മറ്റൊന്നും എനിക്ക് പറയാനില്ല. ഞാൻ മീരെ പറഞ്ഞതിന്റെ പേരിലാണ് എന്റെ അനുജൻ എന്നെ തല ഓങ്ങിയത്. എങ്കിൽ അത് ഇനിയും സംഭവിക്കില്ലേ? മീര എനിക്ക് ഇഷ്ടമല്ല. അവള് ചെയ്യുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും ഞാൻ അവളെ കുറ്റം പറയും. അപ്പൊ അല്ല ആദർശ് എന്നെ തല്ലുവോ? ആദർശിന്റെ ഭാഗത്തുനിന്ന് നീ ഈ പറഞ്ഞതുപോലെ ഒരു പ്രവൃത്തി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വലിയ തെറ്റ് തന്നെയാ. അത് ഞാൻ സംസാരിക്കാൻ ചെയ്യാം. അതുകൊണ്ട് മാത്രമായില്ല, മീരയുടെ ആദർശിന്റെയും കണ്ണില് ഞാനും എന്റെ ഭർത്താവും ഇവിടെ വലിഞ്ഞു കയറി വന്ന് താമസിക്കുന്ന അഭയാർത്ഥികളെ പോലെയാ. അങ്ങനെയല്ല, എനിക്കിവിടെ തുല്യ അവകാശമുണ്ട് എന്ന അധികാരത്തിൽ വേണം എനിക്ക് അവരുടെ മുന്നിൽ നിൽക്കാൻ. അതിനെനിക്ക് എന്റെ അവകാശം എഴുതി തരണം. ഇത് എന്റെ തീരുമാനമാണ്. മോളെ, നീ നിന്റെ അച്ഛനെ കുറിച്ചൊന്ന് ആലോചിക്ക്. ഈ കുടുംബം രണ്ടാക്കിയ അദ്ദേഹത്തിന്റെ ആത്മാവിന് പോലും ശാന്തി കിട്ടില്ല. അമ്മേ, മരിച്ചുപോയ അച്ഛന്റെ ആത്മാവിന്റെ ശാന്തിയേക്കാൾ ജീവിച്ചിരിക്കുന്ന എന്റെ മനസ്സമാധാനമാണ് എനിക്ക് വലുത്. എന്റെ തീരുമാനത്തിന് ഇനി മാറ്റമില്ല. എന്താ പറ്റിയത്? എന്തിനാ അഭിചേച്ചി തല്ലാൻ കയ്യോങ്ങിയത്? തല്ല് കൊള്ളേണ്ട സംസാരവും പ്രവൃത്തിയല്ലേ അഭിരാമി കാണിച്ചത്? അഭിചേച്ചി പറഞ്ഞതും ചെയ്തതും ഒക്കെ തെറ്റാ. പക്ഷേ ആദർശൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ആദർശന്റെ ചേച്ചിയല്ലേ അഭിചേച്ചി? മുതിർന്നവർക്ക് നേരെ കയ്യോങ്ങുന്നത് തെറ്റാ. അതെനിക്ക് അറിയാഞ്ഞിട്ടല്ല മീരെ. അപ്പോഴത്തെ ദേഷ്യത്തിൽ അഭിരാമി പറയുന്ന ഓരോന്ന് കേട്ടപ്പോ കൈ ഓങ്ങിപ്പോയി. അത് ശരിയല്ല എന്ന ബോധം വന്നുകൊണ്ടാ ഞാൻ തല്ലാതിരുന്നത്. പക്ഷെ അമ്മയെങ്കിലും അത് ചെയ്യണമായിരുന്നു. അഭിയുടെ ഈ തോന്നിവാസം അവസാനിപ്പിച്ച് മതിയാവൂ. വഴക്കും അടിപിടിയായിട്ട് മുന്നോട്ട് പോകുന്നത് ശരിയല്ല. നിങ്ങളെ സഹോദരങ്ങളാ, എന്നും ഒന്നിച്ചുണ്ടാവേണ്ടവര് തന്നെയാ. ആ ബോധം നമുക്ക് മാത്രം പോരല്ലോ മീരെ, അഭിക്കും വേണ്ടേ? എന്റെ ചേച്ചിയായിട്ടല്ല, അനിയത്തിയെ പോലെ ഞാൻ അഭിയെ നോക്കിയിരുന്നത്. അവൾക്ക് വേണ്ട ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് ഞാനാ. ആ എന്നോടാണ് വായി തോന്നിയ പോലെ അഭി സംസാരിച്ചത്. അഭിശേഷിയുടെ എടുത്തുചാട്ടം നമുക്കറിയാലോ. ഒന്നും ആലോചിക്കാതെയാ ചേച്ചി സംസാരിക്കുന്നത്. അങ്ങനെയാണ് ഞാനും കരുതിയിരുന്നത്. എന്നാൽ അതല്ല സത്യം. എന്റെ മുഖത്ത് നോക്കി കണക്ക് പറയാൻ പോലും അവക്കൊരു മടിയും തോന്നിയില്ല. അതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും സ്ത്രീകൾക്ക് നേരെ കയ്യോങ്ങുന്നത് വലിയ തെറ്റ് തന്നെയാ. പ്രത്യേകിച്ചും തന്നിലും മൂത്ത ആളുടെ. ഞാൻ ചെയ്ത തെറ്റ് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ആദർശൻ എന്താ ഉദ്ദേശിക്കുന്നത്? അമ്മയെ ഓർത്ത് ഇനി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ട കാര്യമില്ല. ഒരുമിച്ച് പോകാൻ പറ്റില്ല എന്ന് ബോധ്യമായാൽ ഏത് ബന്ധമായാലും പിരിയുന്നതാണ് നല്ലത്. എന്തൊക്കെയാ ആദർശേട്ടി പറയുന്നേ? അങ്ങനെ എളുപ്പം പിരിയാനും ഉപേക്ഷിക്കാനും പറ്റിയ ബന്ധമാണോ ഇത്? മനസ്സിലെങ്കിലും കുറച്ച് സ്നേഹം നിലനിൽക്കണമെങ്കിൽ
അത് വേണം മീര. ഇനി ഒന്നിച്ചുള്ള ഈ കൂട്ടച്ചോടം വേണ്ട. അബിക്ക് അബിയുടെ വഴി, നമുക്ക് നമ്മുടെ. അവളുടെ ആഗ്രഹം പോലെ പാർട്ടിഷൻ നടക്കട്ടെ. അങ്ങനെയൊന്നും പറയാതെ. ഈ ചെറിയ വഴക്കിനെ ഒരു സൗന്ദര്യ പിണക്കായിട്ട് കണ്ടാൽ മതി, അല്ലാതെ കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല. ആദർശേട്ടന് നല്ല വിഷമായെന്ന് എനിക്കറിയാം. പക്ഷെ അത് മറക്കണം. കുറച്ചു മുമ്പ് ആദർശേട്ടൻ പറഞ്ഞ പോലെ പ്രായം കൊണ്ട് ചേച്ചിയായാലും അനുജത്തി ആവാനുള്ള തിരിച്ചറിവേ ഉള്ളൂ എന്ന് മനസ്സിലാക്കണം. ഒരു കൊച്ചനുജത്തി അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞ് വിവരക്കേടായി കണ്ട് മറക്കണം. ഇല്ല മീര, ഇനി അത് പറ്റില്ല. എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത പല പ്രശ്നങ്ങളുണ്ടായിട്ടും സഹോദരിയല്ലെന്ന് കരുതിയ ഞാൻ പലതും ക്ഷമിച്ചതും സഹിച്ചതും. ഇനി അത് പറ്റില്ല. അവളുടെ ആഗ്രഹം പോലെ ഈ കുടുംബം രണ്ടായി തീരട്ടെ. വേണ്ട ആദർശേട്ടാ, അമ്മയ്ക്കത് സഹിക്കാൻ പറ്റില്ല. അഭിചേച്ചിക്കോ ആ ചിന്തയില്ല. ഇനി നമ്മളും കൂടി അങ്ങനെ ആവാൻ പാടില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. ഇല്ല മീര, ഈ കാര്യത്തിൽ ഇനി ഞാൻ മീരയെ അനുസരിക്കില്ല. എന്റെ തീരുമാനം മാറുകയില്ല. അതെന്റെ കുടുംബം രണ്ടാകുന്നതിൽ വിഷമില്ലാഞ്ഞിട്ടല്ല. ഇങ്ങനെയെങ്കിലും ഈ ബന്ധങ്ങൾ നിലനിൽക്കുന്നതിന് വേണ്ടിയാ. സ്വത്തിനും പണത്തിനും വേണ്ടി സഹോദരങ്ങൾ തമ്മിൽ തല്ലുന്ന ഒരുപാട് ന്യൂസുകൾ ഇപ്പൊ വരുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമ്മുടെ വീടും കൂടി വരാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന ആദർശേട്ടൻ കേൾക്കണം. ചില സ്ഥലങ്ങളിൽ തോറ്റു കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ കൂടുതൽ വിജയിക്കേ ഉള്ളൂ. ആരുടെ മുന്നിലും ജയിക്കാൻ വേണ്ടിയല്ല മീര. എന്റെ അച്ഛനും അമ്മയും ഓർത്ത് തന്നെയാ ഞാൻ ഈ തീരുമാനം എടുത്തത്. ആ വലിയ മനുഷ്യന്റെ ആത്മാവിനെങ്കിലും സമാധാനം കിട്ടിക്കോട്ടെ. മക്കള് തമ്മിൽ തല്ലുകൂടുന്നത് അച്ഛന്റെ ആത്മാവിന് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. എല്ലാത്തിനും കാരണം ഞാനല്ലേ? ഞാൻ വന്നതിന് ശേഷമല്ലേ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന? ഒരിക്കലുമല്ല. മീരയെന്നല്ല, ഞാൻ ആരെ വിവാഹം കഴിച്ചിരുന്നെങ്കിലും ഇങ്ങനെ തന്നെ സംഭവിച്ചെന്നെ. എന്നാലും നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ക്ഷമിച്ചൂടെ ആദർശേട്ടാ? നിങ്ങളുടെ രണ്ടുപേരുടെ ഈ തീരുമാനം അമ്മ എത്രമാത്രം വേദനിപ്പിക്കും? ഒരു പരിധി വരെ അമ്മ അതിന് തെറ്റുകാരിയാ. അമ്മ ആദ്യം മുതൽ അഭിരാമിയെ പറഞ്ഞു തിരുത്തിയിരുന്നെങ്കിൽ കാര്യങ്ങൾ ഇത്രയും വഷളായി പോകില്ലായിരുന്നു. തെറ്റ് ചെയ്ത ആരായാലും രക്ഷിതാക്കൾ തിരുത്തു തന്നെ വേണം. ഇന്ന് ഞാൻ അഭിക്ക് കൈ ഓങ്ങി. എന്റെ അമ്മ അത് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടി പോലും വരില്ലായിരുന്നു. ഈ പ്രശ്നങ്ങളും ഉണ്ടാവില്ലായിരുന്നു. എന്നാലും ആദർശേട്ടാ, മീര പ്ലീസ്, ഞാൻ കുറച്ചിടം തനിച്ചിരുന്നോട്ടെ. ഈ കാര്യം പറഞ്ഞ് ഇനി എന്നെ ശല്യം ചെയ്യരുത്. അച്ഛൻ വന്നത് ഞാൻ കണ്ടില്ല കേട്ടോ. അതെനിക്ക് മനസ്സിലായി. മോള് മൊബൈലിൽ തന്നെ നോക്കി എന്തോ ശ്രദ്ധിച്ചിരിക്കുമായിരുന്നു. അത് ഞാനൊരു മെസ്സേജ് വായിച്ചിരുന്നതാ, ഗ്രൂപ്പിൽ വന്നത്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കട്ടെ. മോളെ, നീ ഇച്ചിരി കുടിക്കാൻ വെള്ളം എടുത്തേ. ഒരു അത്യാവശ്യ കോൾ എടുക്കാനുണ്ട്. ശരി അച്ഛാ. ഹലോ സാർ, ഞാൻ കുറേ പ്രാവശ്യം വിളിച്ചിരുന്നു. ഇല്ല സാർ, അത് സാരമില്ല. ഞാൻ അയച്ച കൊട്ടേഷൻ നോക്കിയായിരുന്നു. മാക്സിമം റേറ്റ് കുറച്ചാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതിലും കുറച്ച് ക്വാളിറ്റി ബാധിക്കും. വർക്ക് കിട്ടാൻ വേണ്ടി അവർ ഓരോന്ന് പറയുന്നതാണ്. ഇപ്പോഴത്തെ മെറ്റീരിയൽ കോസ്റ്റ് സാറിന് അറിയാവുന്നതല്ലേ. വിലയൊക്കെ റോക്കറ്റ് പോലെ കയറി പോകുന്നത്. ഞാൻ ഹോൾസെയിൽ ഷോപ്പിലെ ഡിസ്കൗണ്ട് റേറ്റിലാണ് കൊട്ടേഷൻ തന്നിരിക്കുന്നത്. അത് മാർക്കറ്റ് റേറ്റ് വെച്ച് നോക്കിയാൽ സാറിന് മനസ്സിലാവാവുന്നതേ ഉള്ളൂ. അതെ, സാർ നോക്ക്, എന്നിട്ട് പറഞ്ഞാൽ മതി. അത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. എന്തായാലും സാർ നോക്കിയിട്ട് വിളിക്ക്. ഓക്കെ സാർ, ബൈ. ആരാ മനോജേട്ടാ? പുതിയൊരു വർക്കിന്റെ കൊട്ടേഷൻ കൊടുത്തതാ. അയാളെ വിളിച്ചിട്ട് എടുക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാ തിരിച്ചു വിളിച്ചേ. അവളിതവിടെ എന്താ നോക്കുന്നേ?
അല്ല, ഞാൻ വിദ്യയോട് വെള്ളം എടുക്കാൻ പറഞ്ഞു വിട്ടായിരുന്നു. അവൾ ഇതുവരെ എടുത്തില്ലേ? ഓഹോ, അവളെ വെള്ളം എടുക്കാനാണോ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്? അതെ. എന്നിട്ട് ഒന്നും മിണ്ടാതെ അവിടെ ഫോണിൽ കുത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. മനുചേട്ടാ, ഞാൻ പറഞ്ഞില്ലേ, പെണ്ണിന് 2 ദിവസമായിട്ട് എന്തോ ഒരു ഇളക്കം തട്ടിയിട്ടുണ്ട്. നിങ്ങളാരും ഞാൻ പറഞ്ഞ കാര്യമാക്കുന്നില്ലല്ലോ. ഈ കാര്യമാക്കേണ്ട കാര്യമാണെങ്കിൽ നമുക്ക് നോക്കാം. ഇത് നീ വെറുതെ ആവശ്യമില്ല. വിദ്യ വരുന്നു. വിദ്യ, അച്ഛന് വെള്ളം എടുക്കാൻ പോയിട്ട് എവിടെ? അയ്യോ, അമ്മ അത് എടുത്തില്ലേ? അതിന് നീ എന്നോട് വെള്ളം എടുക്കാൻ പറഞ്ഞില്ലല്ലോ. അത് ഞാൻ വിട്ടുപോയതാ. ഒറ്റ അടി വെച്ച് തന്നാലുണ്ടല്ലോ. നിനക്ക് എന്താ ഇത്ര ഓർമ്മ കുറവ്? സോറി അച്ഛാ. സാരമില്ലടി, പോട്ടെ. ഞാൻ വെള്ളം ഇപ്പൊ കൊണ്ടുവരാ അച്ഛാ. വേണ്ട, ഞാൻ എടുത്ത് കൊടുത്തോളാം. എന്തുവാടി ഈ പെണ്ണിന് ഇതെന്താ പറ്റിയേ? ഡാൻസിന്റെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് നടക്കുന്നതായിരിക്കും. ഇനി മഹാബലിപുരത്ത് ഡാൻസ് ഒക്കെ കളിച്ചതല്ലേ? വല്ല കണ്ണേറും കിട്ടിയതാണോ എന്തോ? ദൈവത്തിനറിയാം. ഞാൻ മോളോടൊന്ന് സംസാരിക്കട്ടെ. എന്നിട്ട് എന്താന്ന് വെച്ചാലേ നമുക്ക് തീരുമാനിക്കാം. ഞാൻ കുടിക്കാൻ വെള്ളം എടുത്തോണ്ട് വരാം. ശരി. എന്താ അച്ഛാ? നിനക്കെന്താ മോളെ പറ്റിയത്? എനിക്കൊന്നുമില്ല അച്ഛാ. അച്ഛനെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, നിന്റെ പെരുമാറ്റത്തിൽ പതിവില്ലാത്തൊരു മാറ്റമുണ്ട്. അതെന്താന്നാ ചോദിച്ചത്. എനിക്കെന്ത് മാറ്റം? ഒന്നുമില്ല. അച്ഛന് വെറുതെ തോന്നുന്നതായിരിക്കും. നീ ജനിച്ചപ്പോൾ മുതൽ നിന്റെ ഓരോ ചലനങ്ങളും കാണുന്നതാ ഞാൻ. എനിക്ക് നിന്റെ പെരുമാറ്റത്തിൽ ഒരു മാറ്റം വന്നാൽ അതറിയാൻ പറ്റുമോ ഇല്ലേന്ന് മോൾ സ്വയം ഒന്ന് ചിന്തിക്കേ. അല്ലച്ചാ, അത് ഞാൻ... ശരി, മോക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് അച്ഛൻ വിശ്വസിക്കാം. പക്ഷേ എൻ്റെ ഒരു ചോദ്യത്തിന് മോൾ സത്യസന്ധമായ ഒരു ഉത്തരം പറയണം. എന്താ അച്ഛാ? ഞാൻ വെള്ളം ചോദിച്ചിട്ട് നീ എന്താ തരാതിരുന്നത്? അത് ഞാൻ പെട്ടെന്ന് മറന്നുപോയച്ചാ. മോള് വെള്ളം എടുക്കാനല്ലേ അകത്തേക്ക് പോയത്, പിന്നെങ്ങനെ അത് മറന്നു? എനിക്കറിയില്ല അച്ഛാ. ചെറിയ തലവേദന ഉണ്ടായിരുന്നു, അതാണെന്ന് തോന്നുന്നു. സോറി അച്ഛാ. നീ എന്തിനാ എന്നോട് സോറി പറയുന്നത്? നീ വെള്ളം എടുക്കാതെ വന്നതിലല്ല എൻ്റെ പ്രശ്നം. എന്താ നീ അത് മറന്നുപോയത് എന്നതാണ് എൻ്റെ ചിന്ത. ഇത്രയും നാളുകൾക്കിടയിൽ മോൾക്കിങ്ങനെ ഒരു മാറ്റം ഞാൻ കണ്ടിട്ടില്ല. ഇല്ലച്ചാ, അച്ഛന് വെറുതെ തോന്നതാ. അച്ഛന് മാത്രമല്ല മോളെ, അമ്മയ്ക്കും ഇത് തന്നെയാ തോന്നിയത്. നിന്റെ മാറ്റങ്ങൾ മറ്റാരെക്കാളും നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞങ്ങൾക്കാ. അത് മോള് മറക്കരുത്. മോളെ, ഒരു കാര്യം എപ്പോഴും മനസ്സിലുണ്ടാവണം. എൻ്റെ മോൾ ഒരു കാര്യത്തിലും തനിച്ചല്ല. നിന്നോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട്. പഠിത്തത്തിൻ്റെ കാര്യത്തിലോ പേഴ്സണലായിട്ടോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മോള് തുറന്നു പറ. ഇല്ലച്ചാ, പ്രശ്നമൊന്നുമില്ല. ഉണ്ടെങ്കിൽ ഞാൻ പറയാം. മോളുടെ ഈ വാക്കുകൾ അച്ഛൻ വിശ്വസിക്കുക. ഇനി അഥവാ മോക്ക് അച്ഛനോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അമ്മയോട് പറയണം. ഞാൻ ഇത്രയും പറഞ്ഞിട്ടും അച്ഛൻ എന്താ വിശ്വസിക്കാത്തെ? എനിക്ക് ഒരു കുഴപ്പമില്ല. അഥവാ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ ഞാൻ അച്ഛനോട് പറഞ്ഞിരിക്കും. അത് മതി മോളെ. മോളുടെ എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ട് നിന്നയാളാ അച്ഛൻ. അതിന് നിന്റെ അമ്മ എന്നെ വഴക്ക് പോലും പറഞ്ഞിട്ടുണ്ട്. അത് മോക്കറിയാവുന്നതല്ലേ? എനിക്കുറപ്പാ അല്ലേ? എൻ്റെ മോക്ക് ഒരു തെറ്റായ ചിന്തയും വരില്ല എന്ന്. അതൊക്കെ പോട്ടെ, മോള് വാ, നമുക്ക് അപ്പുറത്ത് പോയിരുന്ന് സംസാരിക്കാം. അപ്പം അമ്മയുടെ പരാതിയും മാറും. അച്ഛാ, നല്ല തലവേദന. ഞാനൊന്ന് കുളിച്ചിട്ട് കിടക്കട്ടെ.
തലവേദനയോ? നീ ഒരു കാര്യം ചെയ്യ്, വേഗം റെഡിയാവും, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഇത് നേരത്തെ ഉണ്ടായിരുന്നല്ലേ? അതൊന്നും വേണ്ടച്ചാ, കുറച്ചു നേരം കിടക്കുമ്പോ മാറിക്കോളും. ആണോ? ഉം. ശരി എന്നാ.